63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കുവാൻ തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. കൗമാരത്തിൻ്റെ ഈ മാമാങ്കത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് വിജയികൾക്കുള്ള 117 പവൻ്റെ സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നഗരവേദികളും ഗ്രാമപാതകളും പിന്നിട്ട് ഇന്ന് വൈകുന്നേരത്തോടെ പട്ടം സെൻറ് മേരീസ് ഹൈസ്കൂൾ അങ്കണത്തിൽ സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള രഥം എത്തിച്ചേർന്നു. ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും വൻ ജനാവലിയും ചേർന്ന് സ്വീകരിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിനാണ് നാളെ 2025 ജനുവരി 4 തുടക്കം കുറിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയായ MT നിലയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മേളയ്ക്ക് തിരി തെളിയിക്കും. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള 20 വേദികളിലായി വിവിധ ഇനങ്ങളിലെ മത്സരങ്ങൾ മാറ്റുരയ്ക്കും. 8-ാം തീയതി വരെ കലയുടെ കാൽച്ചിലമ്പലുകൾക്കും താളമേളങ്ങൾക്കും ആഹ്ലാദാരവങ്ങൾക്കും നഗരം സാക്ഷിയാവുകയാണ്. തയ്യാറെടുപ്പുകളുടെ അവസാന ഘട്ടത്തിലാണ് സംഘാടകർ. സെൻട്രൽ സ്റ്റേഡിയത്തിലെ വിശാലമായ വേദിയിൽ ഉദ്ഘാടന ചടങ്ങിലെ സംഗീത ശില്പത്തിൻ്റെ റിഹേഴ്സൽ ആവേശത്തോടെ നടക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ പവലിയനുകൾ സജീവമാവുന്നു. പ്രധാന വേദിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. രജിസ്ട്രേഷൻ നടപടികളുമായി SMV സ്കൂൾ സജീവമാണ്. 14,000-ഓളം വരുന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള വിഭവസമൃദ്ധമായ ആഹാരം തയ്യാറാക്കിക്കൊണ്ട് പുത്തരിക്കണ്ടം മൈതാനത്തെ ഊട്ടുപുരയും സജീവം. ഇനി ഉത്സവലഹരിയുടെ പുലരിയിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം. സ്കൂൾ കലോത്സവത്തിൻ്റെ ആവേശകരമായ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.